ക്രൈസ്തവ ഗാനലോകത്തെ പ്രതിഭാധനരെയും അവരുടെ ഗാനങ്ങളെയും പരിചയപ്പെടുത്തുന്ന മഞ്ഞുതുള്ളികൾ എന്ന ഈ ഗാന ശുശ്രൂഷയിലേക്ക് ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളോട് അതിഥിയായി എത്തിയിരിക്കുന്നത് കമ്പങ്കോട് ഓൾ സെയിൻസ് മാർത്തോമ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട സുനിൽ എം ജോൺ അച്ഛനാണ്. അച്ഛനെ ഈ ഗാന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്തോരൻ പീതപ്പനെ ഈ പാപിമേൽ. വളരെ നല്ല ഒരു ശാസ്ത്രീയമായ ഒരു സംഗീതമാണ് എന്തോരൻ പീതപ്പനെ. ഈ പാട്ടിൻ്റെ കുറിച്ച് അച്ഛൻ എന്താണ് പറയുവാനുള്ളത്? യുസ്തൂസ് യൗസേഫിൻ്റെ മനോഹരമായൊരു ഗാനമാണ് എന്തൊരൻ പീതപ്പനെ എന്ന ഗാനം. അദ്ദേഹത്തെ വിദ്വാൻകുട്ടി അച്ഛൻ എന്ന അപരനാമത്തിലും അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം വളരെ ഭാഷാ പണ്ഡിതനായ ഒരു മനുഷ്യൻ. അദ്ദേഹം വളരെയധികം വിദ്യാസമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു. പ്രത്യേകിച്ച് സംസ്കൃതത്തിലൊക്കെ വളരെയധികം അഗാധമായ അറിവുള്ള ഒരു മനുഷ്യനായിരുന്നു വിദ്വാൻകുട്ടി അച്ഛൻ. അദ്ദേഹത്തിന് രൂപീകരിച്ചൊരു സഭയാണ് യുയോമ സഭ എന്ന പേരിൽ, അല്ലെങ്കിൽ അവരെ അഞ്ചരക്കാരെന്നൊക്കെ അറിയപ്പെടും. ദുരുപദേശമായിട്ടൊക്കെ നമുക്ക് തോന്നാമായിരുന്നെങ്കിലും കർത്താവിനെ കാത്തിരിക്കുന്ന വളരെ ഭക്തനായ ഒരു മനുഷ്യനെ അദ്ദേഹത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം എഴുതിയ നല്ല മനോഹരമായ ഒരു ഗാനമാണ് ഇത്. കർണാട്ടിക് സംഗീതത്തിൽ വളരെ പ്രാവീണ്യമുള്ളൊരു മനുഷ്യനാണ്. അത്തരത്തിലൊരു ശാസ്ത്രീയ സംഗീതമാണ് ഈ എന്തൊരൻപിതപ്പനെ എന്ന മനോഹരമായ ഗാനം. അതിൻ്റെ വരികൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒരു ക്രിസ്തുവിൻ്റെ ഗഹനമായ ക്രിസ്തു ചരിത്രത്തെ ഒരു കൊച്ചു പാട്ടിനുള്ളിൽ അതിൻ്റെ അർത്ഥം ഒട്ടും നഷ്ടപ്പെടാതെ, അതിൻ്റെ വ്യാപ്തി ഒട്ടും നഷ്ടപ്പെടുത്താതെ വളരെ മനോഹരമായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്കതിൻ്റെ വരികളിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അദ്ദേഹം പാടുന്നു, എന്തൊരൻപിതപ്പനെ ഈ പാപിമേൽ എന്തൊരൻപിതപ്പനെ, പൊന്നു തമ്പുരാനെ എന്നോട് ദയ കാണിക്കാൻ, അൻപ് തോന്നാൻ എന്തുമാത്രമാണ് ഞാൻ ഉള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പിന്നെ മനോഹരമായ വരികളാണ്. ഉന്നതമായ നിൻ്റെ മടിയിലിരുന്ന മകൻ ഈ താഴെ ഭൂമിയിലേക്ക് മനുഷ്യർക്ക് പാപികളായ ഏറ്റവും താഴേക്കുള്ള ചണ്ടാളദ്രോഹികളായിരുന്ന ഏറ്റവും ദ്രോഹികളായിരുന്ന താഴേക്കടയിലുള്ള ഞങ്ങളെ തേടി അയക്കാനായിട്ട് ഞങ്ങളോട് ഇത്രയേറെ ദയവ് തോന്നാൻ എന്താണ് എന്ന് ചോദിക്കുന്ന വളരെ മനോഹരമായ ഒരു ഗാനമാണ് ഇത്. വളരെ പ്രചാരം നേടിയ മലയാളികൾ പാടുന്ന ഒരുപക്ഷെ ക്രൈസ്തവ ലോകത്തെ ഒരു ക്ലാസിക്കൽ സോങ് ആണ് എന്തൊരൻപിതപ്പനെ എന്ന ഗാനം. Under go ne ni chandala
നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാനാരുമേ. നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. വളരെ പ്രശസ്തമായ ഒരു ഗാനമാണ് നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഈ ഗാനത്തിൻ്റെ രചയിതാവാരാണ്? ഈ ഗാനത്തിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് എന്നൊന്ന് വിശദീകരിക്കാമോ? 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലും 19-ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭഘട്ടത്തിലും ജീവിച്ചിരുന്ന ഒരു അനുഗ്രഹീതനായ സുവിശേഷകനാണ് PV തുമ്മി അവർ. അദ്ദേഹം ഒരു അധ്യാപകനായിട്ടൊക്കെ പിൽക്കാലത്ത് ജോലി ചെയ്തിരുന്നു. വളരെ സാമ്പത്തികമായി വളരെ പ്രയാസവും ബുദ്ധിമുട്ടുള്ളൊരു ഭവനത്തിലാണ്, കുന്നംകുളത്തായിരുന്നു അദ്ദേഹം 1881 ജനിച്ചത്. വളരെ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളൊരു ഭവനത്തിൽ. എന്നാൽ അവർക്ക് സാമ്പത്തികമായ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ദൈവാശ്രയവും ദൈവഭക്തിയുമുള്ളൊരു കുടുംബമായിരുന്നു ഈ PV തുമ്മി സാറിൻ്റെ കുടുംബം. അതുകൊണ്ട് തന്നെ ദൈവാശ്രയത്തിൽ വളർന്നു വന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. കുടുംബത്തിലെ പ്രാരാബ്ധങ്ങൾ കാരണം ഒരു ജോലിയിലേക്കൊക്കെ പ്രവേശിക്കേണ്ടി വന്നു. അങ്ങനെയാണ് അധ്യാപകവൃത്തി അദ്ദേഹം തിരഞ്ഞെടുത്തത്. പിന്നീട് യേശുവിൻ്റെ വിളി സ്വീകരിച്ച് അദ്ദേഹം ജോലി രാജിവെച്ച് മുഴുവൻ സമയ സുവിശേഷനായിട്ട് പ്രവർത്തിച്ചു. അദ്ദേഹം CM ജോസഫ് അച്ഛൻ ഈ ഒരു സാറിനെ അല്ലെങ്കിൽ ഈ കർത്താവിൻ്റെ വേലക്കാരനെ വളരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. തീത്തുസ് ദ്വിതീയൻ തിരുമേനിയുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം കുന്നംകുളത്തും പെരുമ്പാവൂരുമൊക്കെ കർത്താവിൻ്റെ വേല ചെയ്തത്. ആ കാലഘട്ടത്തിലെ ശുശ്രൂഷ സഭയ്ക്കേറെ അനുഗ്രഹകരമായിരുന്നു. പ്രത്യേകിച്ച് ഈ പൗലോസിൻ്റെ ചില വാക്കുകളുണ്ട്, ക്രിസ്തു നിമിത്തം ഞാൻ സകലവും ഛേദമെന്ന് എണ്ണുന്നു എന്നൊക്കെ പറയുന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം സുവിശേഷം നിമിത്തം സഹിച്ച ഒരു മനുഷ്യൻ, വളരെ സന്തോഷത്തോടെ സഹിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു മികച്ച വാഗ്മിയായിരുന്നു, നല്ലൊരു ഗാനരചയിതാവായിരുന്നു, സഭയുടെ അഭിവൃദ്ധി കാംക്ഷിച്ച ഒരു നല്ല അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം രൂപപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ വീട് ചെങ്കല്ലുകൊണ്ട് കെട്ടിയ ഭിത്തിയും മുകളിൽ മുള കൊണ്ട് കെട്ടിയ മേൽക്കൂടും അതിനെ ഓല കൊണ്ട് മേഞ്ഞ വീടാണ് അദ്ദേഹത്തിൻ്റെ. ആ വീടിന് മുകളിലൊരു മച്ചുണ്ട്. അവിടെ കയറിയിരുന്ന PV തുമ്മി സാറ് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ തൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ, തൻ്റെ വ്യക്തിപരമായ സങ്കടങ്ങളിലൂടെ ഒക്കെ രൂപപ്പെട്ട വരികളാണ് പിൽക്കാലത്ത് മനോഹരങ്ങളായ ഗാനങ്ങളായി പുറത്തു വന്നത്. അത്തരത്തിൽ പുറത്തു വന്ന വളരെ മനോഹരമായ, ഈ ലോകത്തിലെ സമ്പാദ്യത്തെക്കാൾ ദൈവമാണ് സമ്പാദ്യമെന്ന് ഓർമ്മപ്പെടുത്തുന്ന നല്ലൊരു മനോഹരമായ ഗാനം നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ എന്ന മനോഹരമായ ഗാനം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഗാനം കൂടിയാണ്. ഈ ഗാനം നമുക്ക് മഞ്ഞുതുള്ളിയിലൂടെ ശ്രവിക്കാം. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാനാരുമേ. നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കായി മണ്ണിടത്തിൽ വന്നതും. നീയല്ലോ ഞങ്ങൾക്കായി മണ്ണിടത്തിൽ വന്നതും. നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും. നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ.
അന്നെന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോൻ ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും ലോകക്കാർ നിത്യം ദുഷിച്ചിടിലും പൊന്നേശുവേ ലോകക്കാർ നിത്യം ദുഷിച്ചിടിലും പൊന്നേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പാരാനേ നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പാരാനേ അങ്ങേ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും അങ്ങേ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാരാരുമേ നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാരാരുമേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകളെ വളരെ അർത്ഥസമ്പുഷ്ടമാക്കി തീർത്ത അതിമനോഹരമായ ഒരു ഗാനമാണ് ഇന്നു പകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചവനെ. മനുഷ്യജീവിതത്തിനോട് അനുദിനവും ഏറെ ചേർത്ത് വെക്കുവാൻ അർത്ഥവത്തായ വരികളുള്ള ഈ ഗാനത്തെക്കുറിച്ച് അച്ഛൻ എന്താണ് പറയുവാനുള്ളത്? മാർത്തോമാ സഭയിലെ അനുഗ്രഹീതനായ സുവിശേഷകനായിരുന്ന പി.വി. തോമസ് സാറിന് തന്നെ ഒരു മനോഹരമായ ഗാനമാണ് ഇന്ന് പകൽ മുഴുവൻ കരുണയോടനെ സൂക്ഷിച്ചവനെ. പി.വി. തോമസ് സാറിനെ കുറിച്ച് നമ്മളിതിനു മുൻപ് ഉള്ള എപ്പിസോഡിൽ പറഞ്ഞതാണ്. അദ്ദേഹം വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹം വേദോസം തനിയെ വായിച്ചും പഠിച്ചും ഒക്കെ മനസ്സിലാക്കിയ ഒരു സ്വമേധയാ സുവിശേഷനായി തീർന്ന ആളാണ്. പിൽക്കാലത്ത് അദ്ദേഹത്തിന് കുന്നംകുളം മാർത്തോമായുടെ വികാരിയായിരുന്ന CM ജോസഫ് അച്ഛൻ്റെ ഒരു വലിയ പ്രോത്സാഹനം ലഭിച്ചു. തീത്തൂസ് ദ്വിതീയൻ തിരുമേനി അദ്ദേഹത്തെ ഒരു സുവിശേഷനായിട്ടൊക്കെ നിയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സഭയ്ക്ക് അനുഗ്രഹമായിരുന്നു. ഒരുപാട് ആളുകളെ കർത്താവിന് വേണ്ടി നേടാൻ പി.വി. തോമസ് സാറിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ നല്ല ഗാനമാണിത്. അതിൽ ദൈവം നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന, ദൈവത്തിൽ നിന്ന് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറയുന്ന അനുഗ്രഹീതമായ വരികളാണ്. ഒരുപക്ഷെ ഒരു കാലത്ത് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പാടി ആരാധിച്ച ഒരു സുന്ദരമായ ഗാനം. ഇന്ന് പകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചവനെ, നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം എന്ന് പറയുന്ന ഒരു മനോഹരമായ ഗാനമാണ്. ഇന്ന് പകലിൽ മുഴുവൻ തമ്പുരാൻ്റെ കാരുണ്യം അനുഭവിപ്പാൻ
ഒരാപത്തും അനർത്ഥവും കൂടാതെ ഞങ്ങളെ നീ കാത്ത നിൻ്റെ കൃപയ്ക്ക് ദൈവമേ നിനക്ക് നന്ദി എന്ന് പറയുന്ന സുന്ദരമായ ഗാനമാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, തെറ്റുകുറ്റങ്ങൾ എന്നിൽ വന്നതളവറ്റ നിൻ്റെ കൃപയാൽ മുറ്റും ക്ഷമിക്കണമേ എന്നൊക്കെ പറയുന്ന സുന്ദരമായ ഗാനമാണ്. അതുപോലെ തന്നെ അന്നവസ്ത്രാദികൾ തന്നടിയാനെ നിത്യവും കാത്തു സൂക്ഷിക്കുന്നത്. അപ്പോൾ ദൈവമാണ് അന്നവും വസ്ത്രവും ഒക്കെ തരുന്നത്, അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ദൈവത്തിന് നന്ദി പറയണം എന്നൊക്കെ പറയുന്ന സുന്ദരമായ ഗാനമാണ്. അത് ഒരു കാലത്ത് നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകളിൽ നമ്മുടെ കുടുംബ പ്രാർത്ഥനകളെ സമ്പുഷ്ടമാക്കിയ, നമ്മുടെ മനുഷ്യ മനസ്സുകൾക്ക് ദൈവത്തിലുള്ള ആശ്രയത്തിൻ്റെ വലിയ അനുഭവത്തെ വിളിച്ചോതിയ നല്ല ഗാനം. ഈ ഗാനം നമുക്ക് ശ്രവിക്കാം. പകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചവനേ, ഇന്നു പകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചവനേ, നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ, നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ, അന്നവസ്ത്രാദികളും സുഖം ബലം എന്നിവകൾ സമസ്തം, അന്നവസ്ത്രാദികളും സുഖം ബലമെന്നിവകൾ സമസ്തം, തന്നടിയാനെ നിത്യം പോറ്റിയിടുന്ന ഉന്നതൻ നീ പരനേ, തന്നടിയാനെ നിത്യം പോറ്റിയിടുന്ന ഉന്നതൻ നീ പരനേ. മന്നിടം തന്നിലിന്നു പല ജനം ഭിന്നരായി മേവിടുമ്പോൾ, മന്നിടം തന്നിലിന്നും പല ജനം ഭിന്നരായി മേവിടുമ്പോൾ, നിന്നടിയാനു സുഖം തന്ന കൃപ വന്ദനീയം പരനേ, നിന്നടിയാനു സുഖം തന്ന കൃപ വന്ദനീയം പരനേ. തെറ്റുകുറ്റങ്ങളെന്നിൽ വന്നതളവറ്റ നിന്റെ കൃപയാ, തെറ്റുകുറ്റങ്ങളെന്നിൽ വന്നതളവറ്റ നിന്റെ കൃപയാൽ മുറ്റും ക്ഷമിക്കണമേ അടിയാനെ ഉറ്റു സ്നേഹിപ്പവനേ, മുറ്റും ക്ഷമിക്കണമേ അടിയാനെ ഉറ്റു സ്നേഹിപ്പവനേ.
എൻ കരുണേശനുടെ ബലമേഴും തങ്കനാമമേനിക്കു. എൻ കരുണേശനുടെ ബലമേഴും തങ്കനാമമേനിക്കു. സങ്കേതപട്ടണമാ അതിലകം ശങ്കയെന്നെ വസിക്കും. സംഗീതപട്ടണമാ അതിലകം ശങ്കയെന്നെ വസിക്കും. വല്ലഭ നീയുറങ്ങാതെ നിന്നെന്നെ നല്ല പോൽ കാത്തിടുമ്പോ. വല്ലഭൻ നീയുറങ്ങാതെ നിന്നെന്നെ നല്ലപോൽ കാത്തിടുമ്പോൾ. ഇല്ലരിപുഗണങ്ങൾ അധികാരമല്ലൽ പെടുത്തിടുവാൻ. ഇല്ലരിപുഗണങ്ങൾ അധികാരമല്ലൽ പെടുത്തിടുവാൻ. ശാന്തതയോടു ഞാനും നിൻ സന്നിധൗ ചന്തമായി നുറങ്ങി. ശാന്തതയോടു ഞാനും നിൻ സന്നിധം ചന്തമായിന്നുറങ്ങി. സന്തോഷമോടുണരേണം ഞാൻ തിരുകാന്തി കണ്ടുല്ലസിപ്പാൻ. സന്തോഷമോടുണരേണം ഞാൻ തിരുകാന്തി കണ്ടുല്ലസിപ്പാൻ. ഇന്നു പകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചവനേ. ഇന്നു പകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചവനേ. നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ. നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ. മഞ്ഞുതുള്ളികൾ മഞ്ഞുതുള്ളികൾ. മാനവകുലത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായി സ്വന്തം ജീവൻ കൊടുത്ത യേശു കർത്താവിനോട് ചേർന്ന് നമുക്കും ജീവിക്കാം. ഇന്നത്തെ ഈ എപ്പിസോഡിലെ ഗാനങ്ങൾ ഏവർക്കും അതിനുതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കുറേ നല്ല ഗാനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.